വല്ല പാച്ചനെന്നോ ഗോപാലനോ ഒക്കെയാണോ പേര് ഒറിജിനലി, എന്നിട്ട് സ്വയം സിനിമയ്ക്ക് വേണ്ടി രാജസേനൻ ഇട്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കോമ്പിനേഷനായിരുന്നു രാജസേനൻ ജയറാം എന്നുള്ളൊരു കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു ഈ കൂട്ടുകെട്ട്? ചിലർ അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ചില വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ. പല നിയന്ത്രണങ്ങളും ദിലീപിൻ്റെ കയ്യിൽ എത്തിയതാണ്. ഒരു സാമ്രാജ്യം പണിത് വന്ന ആൾ തന്നെയാണ് ദിലീപ്. അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കുറ്റം ചെയ്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഒരു സ്ത്രീ അവസരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു സംവിധായകനോ നിർമ്മാതാവിനോ ഒരു നടനോ ആ സ്ത്രീയെ അയാളുടെ സ്വകാര്യമായ താല്പര്യത്തിലേക്ക് വേണമെന്ന് പറയാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. അത് ആവർത്തിക്കാനും പാടില്ല. അല്ലാതെ പരസ്പരം ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി കുറേ നാൾ മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ മാറി നിന്നുകൊണ്ട് അയാൾ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എൻ്റെ ഭാവി കളഞ്ഞു, എൻ്റെ ജീവിതം കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് അത്ര അർത്ഥമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് സംവിധായകൻ രാജസേനനാണ്. നമസ്കാരം. നമസ്കാരം. ഒരു ആദ്യം തന്നെ ഈ രാജസേനൻ എന്നുള്ള ഒരു പേരിൽ നിന്ന് തുടങ്ങാം. ഈ പേര് എങ്ങനെയാണ് സാർ? ഇത് പലരും ചോദിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഈ പേര് അച്ഛനിട്ടതാണ്. അച്ഛൻ കലാകാരനായിരുന്നല്ലോ. ജാതകത്തിൽ തന്നെ ആ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കോടമ്പകത്ത് സിനിമ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ ചില സുഹൃത്തുക്കളൊക്കെ ചോദിച്ചു, വല്ല പാച്ചനെന്നോ ഗോപാലനോ ഒക്കെയാണോ പേര് ഒറിജിനലി, എന്നിട്ട് സ്വയം സിനിമയ്ക്ക് വേണ്ടി രാജസേനൻ ഇട്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാച്ചനും ഗോപാലനും ഒന്നും മോശം പേരല്ല, വളരെ പ്രശസ്തരായ രണ്ട് കഥാപാത്രങ്ങളാണല്ലോ പാച്ചനും ഗോപാലനും. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ വളരെ സ്നേഹത്തോടെ വിളിക്കാൻ വേണ്ടി അല്ലാത്തൊരു പേരും എന്നാൽ സ്കൂളിലേക്കും മറ്റ് ഒഫീഷ്യലായിട്ടും അല്ലാത്തൊരു പേരും നിശ്ചയിച്ച് ഇട്ട് അത് ജാതകത്തിൽ തന്നെ എഴുതിയിട്ടുള്ള പേരാണ്. വേണമെങ്കിൽ പ്രൂഫ് തരാമെന്ന് പറഞ്ഞു ഫ്രണ്ട്സിനോട്. അവർ പറഞ്ഞു വേണ്ട വേണ്ട, അല്ല ഇങ്ങനത്തെ ഒരു പേരായതുകൊണ്ടാണ് ചോദിച്ചത്. കാരണം ഇപ്പോൾ രാജശേഖരൻ എന്നുള്ള പേരാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, രാജൻ എന്നുള്ള പേരാണെങ്കിലും കോടിക്കണക്കിനുണ്ട്. പക്ഷേ രാജസേനൻ എന്ന പേര് ആർക്കും ഇല്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നതെങ്കിൽ ഞാൻ അങ്ങനെ രണ്ടുപേരെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മസ്കറ്റ് എയർപോർട്ടിൽ വെച്ച് ഒരു ഫാമിലി വന്ന് പരിചയപ്പെട്ടു. അതിൽ പുള്ളിക്കാരൻ്റെ പേര് രാജസേനൻ എന്നായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വേളി കായലിൻ്റെ കരയിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുത്തെ ഓഫീസിലെ പ്യൂൺ എന്ന് പറഞ്ഞു, സാർ ഫുഡൊക്കെ എവിടെ ഇരുന്ന് കഴിക്കാം, അങ്ങോട്ട് വിളിച്ച് സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പം സാറെന്ന് പറഞ്ഞാൽ MD വിളിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞാൻ പ്രൊഡക്ഷനിൽ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് കയറുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് രാജസേനൻ. അപ്പോൾ ചെന്ന് ഉടനെ ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേരാണ്? അത് എൻ്റെ പേരാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, താങ്കൾ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്തായാലും എൻ്റെ അഹങ്കാരം തീർന്നു. കാരണം മസ്കറ്റിൽ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു, പിന്നെ ഇവിടെയും കണ്ടു, 2 രാജസേനായി. അപ്പോൾ ഞാനും വന്ന് 3ആയി. പിന്നെ അത്ഭുതകരമായിട്ട് മസ്കറ്റിൽ തന്നെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു രാജസേനുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. പുള്ളിയുടെ ഒരു വർക്കിന് ഞാൻ പോയതാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും താങ്കളുടെ പേര് ഞാൻ രാജസേനൻ എന്ന് സേവ് ചെയ്യത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ പേര് അമ്പിളി എന്നും കൂടെ വിളിക്കാറ്. ഞാൻ പറഞ്ഞു അയ്യോ അത് മതി, നല്ല പേര്, അങ്ങനെ അമ്പിളി എന്നാണ് സേവ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നത് ഒരു 3 പേര് ചേർന്ന് തീർത്ത് തന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാനടക്കം 4 പേരുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടാവാം. ഈ ഒരു സംവിധാന രംഗത്തേക്ക് കടന്നു വരവ് എങ്ങനെയായിരുന്നു? ഞാൻ കുട്ടിക്കാലം മുതലേ കലകൾ അഭ്യസിച്ചിരുന്നു. അച്ഛൻ ഡാൻസ് മാഷായിരുന്നല്ലോ. അപ്പോൾ ഡാൻസ് പഠിച്ചിരുന്നു, പിന്നെ കുറച്ച് സംഗീതം, തബല പഠിച്ചിട്ടുണ്ട്. പിന്നെ വായിക്കുമായിരുന്നു, നന്നായിട്ട് വായിക്കുമായിരുന്നു. വളരെ ചെറുതിൽ ഈ നോവലുകൾ എടുത്ത് വായിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു കൂട്ടുകെട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 വയസ്സൊക്കെ ആയപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവാൻ തുടങ്ങിയൊരു വയസ്സായപ്പോൾ ഞങ്ങൾ വളഞ്ഞിരുന്ന് ഇതിനെ സിനിമയാക്കും, സംസാരിച്ച് സിനിമയാക്കും.
ഇതാര് ഡയറക്റ്റ് ചെയ്താൽ നന്നായിരിക്കും, ആരെഴുതിയാൽ നന്നായിരിക്കും, ആരഭിനയിച്ചാൽ നന്നായിരിക്കും, ശരി. ഇതിൻ്റെ മ്യൂസിക് ആര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും അന്തിമമായ തീരുമാനം വരുന്നത് എൻ്റെ വാക്കുകളിൽ കൂടിയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും നീ സിനിമയിൽ തന്നെ പോകണം. എനിക്കും ഈ പ്രേം നസീർ ഒരു രോമാഞ്ചമായിരുന്നു, പിന്നെ യേശുദാസ് അതും ഒരു രോമാഞ്ചമായിരുന്നു. അപ്പം ഇവരെയൊക്കെ ആരാധിച്ചുകൊണ്ട് കോടമ്പകത്തേക്ക് ഒരു ചാട്ടം ചാടിയെന്ന് തന്നെ പറയാം. അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ കടന്ന് പെട്ടെന്നിങ്ങനെ അന്യ സ്റ്റേറ്റിലേക്ക് പോയി, ആരെയും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി പെടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ടെൻഷനായിരുന്നു. പക്ഷെ എന്നാലും ഞാനങ്ങ് പോയി. ഞാൻ അവിടെ ചെന്നാണ് സിനിമ. ഒരു സിനിമ ചെയ്യുമ്പം ഒരു കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്നും മനസ്സിൽ കൊണ്ടുനടക്കാം. കുടുംബ പ്രേക്ഷകരുടെ ഒരു ഏറ്റവും അവരാവശ്യപ്പെടുന്ന രീതിയിലായിരുന്നു സിനിമകൾ ഉണ്ടായിരുന്നത്. കാരണം ഇന്നും ആ സിനിമകൾ ചാനലുകളിൽ വരുമ്പം നിറസാന്നിധ്യമാണ്, എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം ആ ഒരു രീതിയിലായിരുന്നു വന്നത്. അതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ ആഗ്രഹം 84, അതൊരു സംഗീത പശ്ചാത്തലം ഉള്ള സിനിമയായിരുന്നു. അത് അധികം കളിക്കാത്തതുകൊണ്ട് പിന്നെ പാവം ക്രൂരൻ എടുത്തു. അത് കുറച്ച് വേണമെങ്കിൽ ഞാൻ എൻ്റെ ആ സിനിമയെ മസാല സിനിമ എന്ന് പറയത്തില്ല. അതൊരു മസാല സിനിമ അല്ല, അതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പക്ഷേ എങ്കിലും ആ സിനിമയുടെ ചുവട് പിടിച്ച് പിന്നെ കുറേ സിനിമകൾ വന്നു. അപ്പോൾ ഇത് മസാല അതാണ്. അതൊരു നല്ല കോൺസെപ്റ്റിനെ അനുകരിച്ചുകൊണ്ട് മറ്റ് സിനിമകൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഇത് മസാലയായി. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പറയത്തില്ല. എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ പട്ടിണി മാറ്റി തന്ന, സാമ്പത്തികമായിട്ടുള്ള ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്ന സിനിമയാണ് പാവം ക്രൂരൻ. ഒരുപാട് ഭാഷകളിലേക്ക് അത് സ്റ്റോറി വിറ്റുപോയി, അങ്ങനെയൊക്കെ നല്ലൊരു പൈസ അന്ന് കിട്ടിയതാണ്. അപ്പം ആ സിനിമ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ സിനിമ ചെയ്യാനുള്ളൊരു ഇമേജ് അല്ലായിരുന്നു. എങ്കിലും ചെയ്തു സൗന്ദര്യപ്പണക്കം, അതിനകത്താണ് സംഗീതവും ചെയ്തത്. അതത്ര അങ്ങോട്ട് പോയില്ല. പാട്ടുകളൊക്കെ ഹിറ്റായി, പക്ഷെ പടം അങ്ങോട്ട് പോയില്ല. പിന്നെ ഒരു അടിയിടി പടത്തിൻ്റെ ഒരു 4-5 പടങ്ങൾ ചെയ്ത് എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്ന റൂട്ട് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ഒരു പടം ചെയ്യാൻ എൻ്റെ കയ്യിൽ അപ്പോൾ സിനിമയും കയ്യിലില്ല, എന്നാൽ ഈ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അക്ഷരാർത്ഥത്തിൽ നിന്നുപോയി. വളരെ ചെറുപ്പത്തിലെ കാര്യങ്ങളായി പറഞ്ഞു. ഞാൻ 24-ാമത്തെ വയസ്സിൽ ആദ്യം പടം ചെയ്തു. ഏകദേശം 27 വയസ്സായപ്പോൾ ഇത് തീർന്നു എന്നാണ്. സിനിമ നിന്നുപോയി. അപ്പോൾ കല്യാണം കഴിച്ചു. പിന്നെ അങ്ങോട്ട് ഒരു കുഞ്ഞായി. അവിടെ നിന്നുകൊണ്ട് വീണ്ടും യാദൃശ്ചികമായിട്ട് ജയറാമിനെ പരിചയപ്പെട്ടു. ജയറാം പറഞ്ഞ് എന്താ ഉണ്ടായിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഡേറ്റ് ഒന്നല്ലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ആ ഡേറ്റ് തരാത്തത്, നിങ്ങൾ പാവം ക്രൂരൻ്റെ ഡയറക്ടറല്ലേ. അപ്പോഴാണ് ആ സിനിമ അംഗീകരിക്കപ്പെടുന്നത്. അതായത് അതിനെ ഒരു മസാല സിനിമയാക്കി ചിലരൊക്കെ ചിത്രീകരിച്ചു എങ്കിലും ജയറാമിൻ്റെ വായിൽ നിന്നത് വന്നപ്പോൾ ഭയങ്കര രസം തോന്നി. അത് കഴിഞ്ഞ് രഘുനാഥ് പലേരിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴും പുള്ളിയും പറഞ്ഞു നിങ്ങൾ പാവം ക്രൂരൻ ചെയ്ത് വിരട്ടിയ ആളല്ലേ. അപ്പോൾ ആ സിനിമ വീണ്ടും അംഗീകരിക്കപ്പെടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ ജയറാമായിട്ടുള്ള സൗഹൃദം, രഘുവിൻ്റെ സ്ക്രിപ്റ്റ്, മീഡിയ ഹൗസ് വിജയൻ എന്ന് പറയുന്ന ആൾ പ്രൊഡ്യൂസറായിട്ട് വന്നു. ചാരങ്ങാട്ട് അശോകൻ അതിനെ ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്തു. ഉർവശിയുടെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. എല്ലാവരും സഹകരിച്ചിട്ട് തന്നെയാണ് ആ സിനിമ. ഒരുപാട് നല്ല ഒരു സ്നേഹവും സഹകരണവും ആ സിനിമയിൽ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നൊക്കെ കിട്ടി. അതുകൊണ്ടാണ് അത് തീർന്നത്. അന്ന് ഫിലിമിലാണല്ലോ, ദൗർലഭ്യമുള്ള സമയമാണ്. ഡബിൾ വില കൊടുത്താണ് ഫിലിം വാങ്ങുന്നത്. ഒരു റോളിന് 10,000 രൂപയാണെങ്കിൽ നമ്മൾ ബ്ലാക്കിൽ നിന്ന് 20,000 രൂപയ്ക്ക് വാങ്ങും. അതിനുള്ള പൈസയൊന്നും അന്ന് ഞങ്ങളുടെ ആ സെറ്റപ്പിലില്ല. എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടെയൊക്കെ സഹകരിച്ചാണ് ആ സിനിമ തീർന്നത്. പക്ഷേ സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായി, 3 സ്റ്റേറ്റ് അവാർഡ്. പിന്നെ സിനിമ തിരക്കില്ലാതെ ഓടി. അപ്പം അങ്ങനെ ജയറാമും ട്രാക്കിലേക്ക് വന്നു, ഞാനും ട്രാക്കിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങളുടെ കോമ്പിനേഷൻ വർക്കൗട്ടായി. പിന്നെ അങ്ങോട്ട് അറിയാലോ, അയലത്ത് അദ്ദേഹം, പിന്നെ മേലെപ്പറമ്പിലാണ് വീട്. ഒരു വലിയൊരു കോമ്പിനേഷനായിരുന്നു രാജസേനൻ ജയറാം എന്നുള്ളൊരു കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു ഈ കൂട്ടുകെട്ടിന്? ഞങ്ങൾ 16 സിനിമകൾ ചെയ്തു. ഈ 16 സിനിമയിൽ 2-3 സിനിമ കഴിയുമ്പോഴിടയ്ക്കിടയ്ക്കൊക്കെ കൊച്ചു സൗന്ദര്യപ്പണക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ തമ്മിൽ അങ്ങനെയൊക്കെ വരുമല്ലോ. പിന്നെ 14 സിനിമ കഴിഞ്ഞിട്ടും ചെറിയൊരു അകൽച്ച ഉണ്ടായിരുന്നു. അത് പിന്നെ സുരേഷ് ഗോപി ഇടപെട്ടാണ് പിന്നെ അതിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് മധുചന്ദ്രലേഖ അതും ഹിറ്റായി. അത് കഴിഞ്ഞ് കനകസിംഹാസനം. അത് കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു വീണ്ടും ചെറിയൊരു ഡിസ്റ്റൻസ് പോലെ. അതിനത് കൂടുതൽ കിടക്കുന്നില്ല എന്ന് പറയാം, അത് ഒരുപാട് പറഞ്ഞതാണ്. അല്ല, ഞങ്ങൾ രണ്ടുപേരും
ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടില്ല. ഫേസ് ടു ഫേസ് ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അത്രയും സ്നേഹിച്ചിരുന്നവരായതുകൊണ്ട് ഒരു വഴക്കെന്നൊരു സംഭവം ജീവിതത്തിൽ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ചിലർ അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ചില വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ആരെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചാലും നമുക്ക് വിചാരിച്ചൂടെ, നമുക്ക് ചിന്തിച്ചൂടെ, അത് വേണ്ട, ആര് വിചാരിച്ചാലും വേറെ പിരിക്കാൻ പറ്റാത്ത സൗഹൃദം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ എന്തോ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളാൽ അങ്ങ് വഴക്ക് കൂടി ഇരുന്നെങ്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാമായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചോ പുള്ളി ഇങ്ങോട്ട് വിളിച്ചോ ഒക്കെ പറഞ്ഞെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് അതുമില്ല. മിണ്ടാറില്ല, ഫോണിലും മിണ്ടാറില്ല, നേരിട്ട് കണ്ടാലും മിണ്ടാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി. എനിക്കൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിച്ച തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരുമിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകും. ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും. ഇതുപോലെ ഫേസ് ടു ഫേസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കരയും, പിന്നീടായിരിക്കും വർത്തമാനം. കാരണം എന്ന് പറഞ്ഞാൽ കരയാൻ വേണ്ടി മാത്രമുള്ള സ്നേഹം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ജയറാമിനെ അറിയുന്ന ഒരു വ്യക്തി തിരിച്ചു ഭാര്യയ്ക്ക് അറിയുന്നതിനെക്കാട്ടും കൂടുതൽ, കാരണം ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നല്ലോ നമ്മൾ കണ്ടിരുന്നത്. അറിയാം, മനസ്സുകൊണ്ട് ഒരുപാട് തുറന്ന് സംസാരിക്കുമായിരുന്നു. ആവശ്യമില്ലാത്ത, അതായത് രണ്ട് പുരുഷ സുഹൃത്തുക്കളെന്നുള്ള നിലയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറില്ലായിരുന്നു. അതായിരുന്നു ഏറ്റവും ആ സ്നേഹബന്ധത്തിൻ്റെ ഒരു പരിഭാവനത എന്ന് പറയുന്നത് അതായിരുന്നു. ഒരു ഡിവൈൻഡ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു വൃത്തികെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യാറില്ലായിരുന്നു. എന്നിട്ടും ഇങ്ങനെ പോയതാണ് എനിക്ക് അതിശയം. വേറൊന്നും ഞാനിപ്പോൾ അടുത്ത ഞങ്ങളുടെ തന്നെ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീ എന്ന് വിളിച്ചിട്ടില്ല. അത് ശരി. സാധാരണ ഈ ഇത്തരം കോമ്പിനേഷനുള്ള ജയറാമും ഞാനും അല്ലാത്ത വേറെ ആക്ടറും ഡയറക്ടേഴ്സും ഒക്കെ വേറെ ഉണ്ട്. അവർ തമ്മിലൊക്കെ ഇടാപൊടാ വിളിക്കുന്ന ബന്ധങ്ങളുള്ളതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനും ജയറാം തമ്മിൽ ഇന്ന് വരെ ഇടാന്ന് വിളിച്ചിട്ടില്ല, നീ എന്ന് വിളിച്ചിട്ടില്ല. ഒന്നുകിൽ ജയറാം അല്ലെങ്കിൽ സാമി. എന്നെയും പുള്ളി സാമി എന്നാണ് വിളിക്കുന്നത്. സേനൻ എന്ന് അപൂർവേ വിളിക്കത്തുള്ളൂ, സാമി എന്നാണ് വിളിക്കുന്നത്. ഞാൻ സാമി എന്നാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് നടന്നിട്ടും എവിടെയോ ഒരു വേർപാട് ഉണ്ടായിപ്പോയി. ഈ ഒരു ജയറാമിനെ വെച്ച് തന്നെ ഇത്രയും സിനിമകൾ ചെയ്തു. അപ്പം ഒരു ആളെ മാറ്റി ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറൊരു കഥാപാത്രത്തെ കൊണ്ടുവരണമെന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. ഒരു സിനിമ കഴിയുമ്പോഴേക്കും അടുത്ത സിനിമയുടെ കഥ ഒന്നുകിൽ ഞാൻ പറയും, അല്ലെങ്കിൽ ജയറാം ചോദിക്കും അടുത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കും, പറയും, ഒരു ഡേറ്റ് തീരുമാനിക്കും, അതിന് പ്രൊഡ്യൂസറും ഉണ്ടാവും. അങ്ങനെ ചില പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഡാർലിംഗ് ചെയ്തു, പിന്നെ വാർദ്ധക്യ പുരാണം ചെയ്തു, അങ്ങനെ ഒന്ന് രണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു സംവിധായകനാണെങ്കിലും നമ്മളൊരു മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ആ ഒരു ഇത് തന്നെയായിരിക്കും അതിനും കാരണം? ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ ഒരു സാന്നിധ്യം സ്വന്തം സിനിമയിൽ വരിക എന്ന് ഏത് ഡയറക്ടറും ആഗ്രഹിക്കും. ഇപ്പോൾ മോഹൻലാലിനെ പോലൊരു നടൻ എൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു ഡയറക്ടർ മലയാളത്തിൽ കാണത്തില്ല. അതുപോലെ മമ്മൂട്ടിയുടെ കാര്യം അത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കൺമണിയൊക്കെ കഴിയുമ്പോൾ ഏത് സ്വന്തം ലൈഫിനെക്കുറിച്ച് കരിയറിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ആദ്യത്തെ കൺമണിയൊക്കെ കഴിയുമ്പോൾ നാച്ചുറലി ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരു മോഹൻലാൽ മമ്മൂട്ടി സിനിമയിലേക്ക് പോകണമായിരുന്നു. അതാ ഒരു ക്രിയേറ്ററുടെ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ അതാണ്. ഞാനതൊന്നും ആലോചിച്ചില്ല. ഞാൻ ഈ സൗഹൃദത്തിൽ തന്നെ കിടന്നു. അതുകൊണ്ട് ദോഷം വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതല്ല. ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയും വെച്ച് ഒരു സിനിമ ചെയ്തിരുന്നു എങ്കിൽ ഈ ഗ്രാഫല്ല, അത് വേറെ ഗ്രാഫിലേക്ക് പോയത്. അപ്പം അങ്ങനെ ചില വേണമെങ്കിൽ പറയാവുന്ന ചില നഷ്ടങ്ങളും വന്നിട്ടുണ്ട്. കാരണം അത് ഇന്നത്തെ തലമുറകളാണെങ്കിലും ചിന്തിക്കുന്നത് രാജസേനൻ ജയറാമിനെ വെച്ച് സിനിമ ചെയ്യുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അല്ലായിരുന്നു, അങ്ങനെ ആകുന്നതായിരുന്നു. അതെല്ലാം വന്ന് ഭവിക്കുന്നത് എല്ലാം നിയോഗങ്ങളായിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, മമ്മൂട്ടി മോഹൻലാൽ സിനിമയൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ സിനിമ അല്പം മോശമായതിന് ശേഷം പിന്നെ അങ്ങനെ മമ്മൂട്ടി മോഹൻലാൽ സിനിമയുടെയൊക്കെ ചില ഡിസ്കഷൻസൊക്കെ നടന്നിട്ടുണ്ട്. അത് വർക്കൗട്ട് ആവില്ലെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും പീക്കായിട്ട് നിൽക്കുന്ന സമയത്തൊന്നും അവരോട് ഡേറ്റ് ചോദിച്ച് പോയിട്ടില്ല, സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത്രയും ഉയരങ്ങളിൽ നിൽക്കുന്ന അവർക്കും ഉള്ളിൽ കാണുമല്ലോ. അതായത് ഇയാൾ കത്ത് നിൽക്കുന്ന സമയത്തൊന്നും നമ്മളെ വിളിച്ചില്ല, നമ്മളോട് ഒരു സിനിമ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് പോലുമില്ല.
പിന്നെ ഇപ്പോൾ പുള്ളി പെട്ടെന്ന് ഇങ്ങനെ വരാൻ, അപ്പോൾ പിന്നെ അത് വേണ്ട, അത് വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അങ്ങനെ ഒരു ഗ്യാപ്പ്. ഇനിയും ഭാവിയിൽ അത്തരം സിനിമ ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. സിനിമയിൽ എപ്പോഴും മിറക്കിൾസാണ്, അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു മേക്കർ അല്ല നാളെ കാണുന്ന സക്സസ് മേക്കർ എന്ന് പറയുന്നത്. എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതപ്പോൾ ഞാൻ 1-2 പ്രോജക്റ്റിൻ്റെ പുറകിലൊക്കെയാണ്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഈ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും മേലെപ്പറമ്പിൽ ആൺകുടി പോലൊരു സിനിമ എടുക്കും. അതെ, അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വെച്ചാൽ അതിലെ ക്യാരക്ടേഴ്സ് അതാണ് ഏറ്റവും വലിയ. കാരണം വില്ലൻ വേഷം ചെയ്തവരെയൊക്കെ ഒരു ആംഗിൾ മാറ്റ് ചെയ്യുക, അവർ നാളുകളുടെ ഇടയിൽ എത്തിക്കുക, അതൊക്കെ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അല്ല, അത് മേലെപ്പറമ്പിൽ ആൺവീടെന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്ന ചില നിധികളാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെയാണ് അതിൻ്റെ മൂലകഥ. അതൊന്ന് ഡെവലപ്പ് ചെയ്തത് ഞാനാണ്. പിന്നെ അതിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് രഘുനാഥ് പലേരിയാണ്. രഘുനാഥ് പലേരിയുടെ വളരെ അത്ഭുതകരമായ ഒരു എഴുത്ത് അതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ രഘു ചിന്തിച്ച കുറച്ച് സീക്വൻസസ് അതും അതിൻ്റെ ഹൈലൈറ്റാണ്. ഉദാഹരണത്തിന് ഈ പടി ഇറങ്ങി വരുന്നതൊക്കെ അതൊന്നും ഒരു കഥയിൽ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളല്ല. രഘുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ പുള്ളിയുടെ തലയിൽ കയറി വരും. അത് ഈ ചെറുകഥ എഴുതി വന്ന ആളായതുകൊണ്ട് കൊച്ചു 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 സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഇങ്ങനെ വരും. അതൊരു പക്ഷേ ഡിസ്കഷനിലിരിക്കുമ്പോൾ ആയിരിക്കത്തില്ല അദ്ദേഹത്തിന് വരുന്നത്, അദ്ദേഹം എഴുതുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ആ രഘുവിൻ്റെ എഴുത്ത് ആ സിനിമയ്ക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വില്ലൻ ആൾക്കാരെ കൊണ്ടുവന്ന് അതിനകത്ത് കോമഡി ആക്ടേഴ്സ് ആക്കിയത് ചിലത് യാദൃശ്ചികവും ചിലത് മനഃപൂർവ്വം. ഇപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ വന്നത് ഇന്നസെൻ്റ് ആ പടത്തിൽ നിന്ന് മാറിയത് കൊണ്ടാണ്. പക്ഷേ ഇന്നസെൻ്റ് മാറിയത് കൊണ്ട് എന്തുകൊണ്ട് ജനാർദ്ദനൻ ചേട്ടനെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് ജനാർദ്ദനൻ ചേട്ടൻ്റെ മുഖത്ത് കല്യാണം കഴിക്കാതെ മൂത്ത് നരച്ച് നിൽക്കുന്ന ഒരു അമ്മാവൻ്റെ മുഖമുള്ളതായിട്ട് തോന്നി. അങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ വിജയരാഘവനെ, കുട്ടൻ ചേട്ടനെ പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ടുവന്നതാണ്. കാരണം ഇച്ചിരി റഫായിട്ടൊരാൾ അതിനകത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ അയാളിൽ നിന്നും കിട്ടുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോമഡി തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രസാദ് സാറ് വന്ന് ഫസ്റ്റ് ഡേ കഥ കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ എന്താ? കാരണം ഞാൻ ഈ സീക്വൻസ് വായിക്കുന്നതോറും പൊട്ടിച്ചിരിക്കുകയാണ് ഞാൻ. എന്നെപ്പോലെ വില്ലൻ റോൾ ചെയ്ത ഒരാൾ. ഞാൻ സാറിൻ്റെ ആ വില്ലനിസം, ആ ഒരു ഇമേജ് ഈ കഥാപാത്രത്തിനെ സപ്പോർട്ട് ചെയ്യും. സാറ് ഇതിനകത്ത് കാണിക്കുന്ന വില്ലൻ പരിപാടികളെല്ലാം കോമഡിയാണ്. സാറ് മക്കളെ ചീത്ത വിളിക്കുന്നതും അവരെ പുറകെ കള്ളം കണ്ടുപിടിക്കാൻ നടക്കുന്നതും കുളിക്കാൻ ചെല്ലുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഒരു മകൻ പൊന്തി വരുന്നതും ഒക്കെ ഹ്യൂമറാണ്. സാറിൻ്റെ ശൈലിയിൽ തന്നെ അഭിനയിച്ചാൽ മതി. സാറ് ഹ്യൂമർ ചെയ്യുകയേ വേണ്ട. അപ്പോഴൊക്കെ സാറിന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എൻ്റെ അടുത്ത് പറയും, എനിക്കൊന്നും അറിയില്ല കേട്ടോ, എല്ലാം താങ്കൾ. പക്ഷേ ഫസ്റ്റ് ഡേ പുള്ളി സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, താങ്കൾ പറഞ്ഞില്ലേ എന്നോട് സീരിയസ് ആയിട്ടേ അഭിനയിക്കാവൂ, നർമ്മം ചെയ്യരുത്. ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ നർമ്മമാണ് ചെയ്തിരുന്നെങ്കിൽ കുളമായിപ്പോയില്ല. ഞാൻ ആ കടുംപിടുത്തക്കാരനായ ഒരു അച്ഛനായി അഭിനയിച്ചപ്പോൾ കിട്ടിയത് മുഴുവൻ നർമ്മമായിരുന്നു. ഞാനും ഒരു കോമഡി ചെയ്യുന്ന ആക്ടറായി മാറി ഈ ഒരൊറ്റ സിനിമയോട് കൂടി. അത് എല്ലാവരും പറയും, ജനാർദ്ദനൻ ചേട്ടനും വിജയരാഘവനും എല്ലാവരും പറയും അത്. കാരണം അവരെയൊക്കെ നമ്മൾ ഒരു ഫേസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ ജഗതി ചേട്ടൻ്റെയൊക്കെ ആണെങ്കിൽ വലിയൊരു റോളാണ്. ഈ ഒരു സിനിമയിൽ എന്ന് പറയുമ്പം നമുക്ക് ജഗതി ചേട്ടൻ്റെയൊക്കെ വലിയൊരു റോള് തന്നെയുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ജഗതി ചേട്ടൻ്റെ കണ്ടിരുന്നോ? പോയി ഞാൻ 2-3 പ്രാവശ്യം പോയി കണ്ടിരുന്നു. ഈ ആക്സിഡൻ്റ് ആയ സമയത്ത് തന്നെ കോഴിക്കോട് പോയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അതിനുശേഷം വീട്ടിൽ പോയി കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നത് വീട്ടിൽ വന്ന 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പുള്ളിയെ കൈ പിടിച്ചാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞു എന്നോട്. ലൊക്കേഷനിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചു. അതിനുശേഷം പിന്നെ ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. അതൊരു മലയാള സിനിമയുടെ ഏറ്റവും വേദനാജനകമായ ഒരു നഷ്ടം തന്നെയാണ് അമ്പിളി ചേട്ടൻ അങ്ങനെ ഇരിക്കുന്നത്. ഈ സൗഹൃദങ്ങൾ എന്നും കൊണ്ടു നടക്കാറുണ്ടോ? വലിയ കുഴപ്പമില്ലാതെ കൊണ്ടുപോകും. പിന്നെ ഈ കാര്യലാഭത്തിന് വേണ്ടി വരുന്നതിനൊന്നും നമുക്ക് സൗഹൃദം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു സിനിമയിലും അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള സിനിമയിലും ഈ ഒരു സൗഹൃദങ്ങൾ വ്യത്യാസം വളരെ നന്നായിട്ടുണ്ട്. അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഏറ്റവും ദൃഢമായിരുന്ന സൗഹൃദം, പരസ്പരം അങ്ങേയറ്റത്തെ സ്നേഹം ഉണ്ടായിരുന്നത് ആദ്യ തലമുറയിലാണ്. സത്യൻ, പ്രേംനസീർ, മധു, ജയഭാരതി, ഷീല, ശാരദ,
മീന ചേച്ചി, സുകുമാരി ചേച്ചി, KP ഉമ്മർ, ബഹദൂർക്ക, ആ കാലഘട്ടത്തിലെ അവരുടെ സ്നേഹം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാത്ത ഞാൻ നേരിട്ട് കാണാത്ത സത്യമാഷ മാത്രമേ ഉള്ളൂ. അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു. അതൊരു സിനിമയിൽ അഭിനയിക്കുന്ന ബന്ധമല്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ സഹോദരങ്ങളെ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും കൊടുക്കുന്ന, ഏത് ആപത്തിലും പരസ്പരം സഹായിക്കുന്ന സൗഹൃദമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ എന്ന് പറയുന്നത് അന്നത്തെ ഡയറക്ടേഴ്സും സേതുമാധവൻ സാറ്, വിൻസെൻ്റ് മാഷ്, ശശികുമാർ സാറ്, AB രാജ്, അവരുമൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നൊരു തലമുറ വന്നു. സൂചേട്ടൻ, MG സോമേട്ടൻ, ഡയറക്ടർ മോഹൻ ഹരിഹരൻ സാറ്, പിന്നെ IB ശശി, അങ്ങനൊരു തലമുറ ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള തീവ്രത ഇല്ലെങ്കിലും നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ തലമുറയിലും നല്ല ഒരു, അതായത് സിബി മലയിൽ, കമൽ, സത്യനന്ദിക്കാട്, ഡയറക്ടർ വിനയൻ, ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിലും നല്ല ഒരു ഇതുണ്ട്. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തീവ്രമായ സൗഹൃദം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലൊക്കെ എവിടെയോ ചില വിള്ളലുകളും പോറലുകളും നെഗറ്റീവ്സും ഒക്കെ ഉണ്ട്. അത് ഈ തലമുറയിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, സിനിമ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ തന്നെ പറയുന്നത്, ഈ തലമുറയ്ക്കും രണ്ട് മുഖം ഞാൻ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും. ഒന്ന് സ്നേഹത്തിൻ്റെ അങ്ങേറ്റം, ചാരിറ്റി ചെയ്യാൻ നടക്കുന്ന പെൺകുട്ടികളെ ആൺകുട്ടികളെ ഞാൻ കാണാറുണ്ട്. ക്യാൻസർ സെൻറ്ററിന് വേണ്ടിയും അങ്ങനെ ഒരുപാട് വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് നമ്മുടെ കണ്ണ് നനയിക്കുന്ന ദൃശ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരല്പം നെഗറ്റീവായിട്ട് സഞ്ചരിക്കുന്ന പുതിയ തലമുറയുമുണ്ട്. പെൺകുട്ടികളിലുണ്ട്, ആൺകുട്ടികളുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാരിറ്റിയിലേക്കൊന്നും കടന്നു വന്നില്ലെങ്കിലും അച്ഛനമ്മമാർക്ക് ഒരു സമാധാനം, സന്തോഷം, സമൂഹത്തിനും വേണ്ടപ്പെട്ടവരായിട്ട് ജീവിക്കാൻ ഒരു അപേക്ഷ ഞാൻ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സിനിമയിലും കടന്നുകൂടിയിട്ടുണ്ട്. സിനിമയിലും ഈ പറഞ്ഞ പോലെ ലഹരി ഉപയോഗിക്കുക, ലൊക്കേഷനിൽ തന്നെ ഇതുപോലെയുള്ള കഞ്ചാവൊക്കെ അടിച്ച് നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നെഗറ്റീവ്നെസ് ഉണ്ട്. എന്നാൽ ഈ പുതിയ തലമുറയിലെ സിനിമകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സിനിമകൾ പലതുമുണ്ട്. ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റാത്തത്ര മനോഹരങ്ങളായ പ്രമേയങ്ങളും അതിനേക്കാൾ സുഖമായിട്ട് സുന്ദരമായിട്ട് കണ്ടിരിക്കാവുന്ന രീതിയിൽ എടുക്കുന്ന ടേക്കിങ്സ്, ഒരു സിനിമ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു പുതിയ മെത്തേഡ് അത് ഈ തലമുറയുടെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്കൊക്കെ അല്പം അനുകരിക്കാവുന്ന, അത് തീർച്ചയായും നമ്മൾ ട്രെൻഡിന് എതിരെ മുഖം തിരിച്ചു വന്നിട്ട് കാര്യമില്ല. നമ്മൾ ട്രെൻഡിൻ്റെ പുറകെ പോകാൻ പറ്റിയില്ലെങ്കിൽ പോണ്ട, പക്ഷേ അതിനെ ചീത്ത പറയരുത്, കുറ്റം പറയരുത്. പക്ഷേ രഹസ്യമാറ്റങ്ങളും നമ്മൾ ആ ട്രെൻഡിൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ നോക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. അത് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പരാജയം തന്നെയാണ്. ഇപ്പോൾ ക്യാമറ ആംഗിൾ വയ്ക്കുന്നതും ക്യാമറ മൂവ്മെൻറ്റ് വയ്ക്കുന്നതും എങ്ങനെ വേണോ അതിന് ഒരു പണ്ട് നിയമം ഉണ്ടായിരുന്നു. ഒരു ലോങ് ഷോട്ട്, ഒരു മിഡ് ഷോട്ട്, 2 ക്ലോസപ്പ്, ഒരു സജഷൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ കാലഘട്ടത്തോടുകൂടി അതൊക്കെ അങ്ങ് മാറി. ഇപ്പം അതുമല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു പുതിയ ടെക്നോളജിയാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം സംവിധാനം പഠിച്ചിട്ടേ സംവിധാനം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ പോയി. സിനിമ ഡിജിറ്റലായതോടുകൂടി അതൊക്കെ പോയി. കാരണം നല്ലൊരു മൊബൈൽ കയ്യിലുള്ള ഒരു ചെറുപ്പക്കാരന്, ഇത്തിരി എഴുതാനും ചിന്തിക്കാനും കഴിവുള്ള ഒരു ചെറുപ്പക്കാരന് അവൻ്റെ മൊബൈലിൽ തന്നെ മനോഹരമായൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ പറ്റും. അവൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവരെയൊക്കെ വിളിച്ച് അഭിനയിപ്പിച്ചാൽ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് ഫിലിം, ഒരു 5 ഷോർട്ട് ഫിലിം ചെയ്താൽ അവനൊരു ഫീച്ചർ ഫിലിം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ വന്നത്, ഞാനും അങ്ങനെ അധികം ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ജോസഫ് സാറിൻ്റെ കൂടെ ആകെ 4-5 പടമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ എസ് ബാബുവിൻ്റെ കൂടെ ഒരു പടം, വേറെ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ 50-100 പടങ്ങൾ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പല ഡയറക്ടേഴ്സ് ആയിട്ടുള്ളത്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്. അതൊക്കെ മാറി കേട്ടോ, അതൊന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ ക്യാമറയിലും വരുന്ന പുതിയ പിള്ളേർ വരുന്നത് ഒരുപാട് സിനിമയൊന്നും വർക്ക് ചെയ്തിട്ട് വരുന്നവരല്ല. അവരിതിൻ്റെ ലൈറ്റിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് നോക്കി, മൊബൈലിൽ കൂടി എടുത്ത് നോക്കി. ഇതൊരു ആനക്കാര്യമായിരുന്നു നേരത്തെ, ഇപ്പോൾ ഒരു ആനക്കാര്യമല്ല.
ഇപ്പം വിഷ്വലൈസ് ചെയ്യാൻ കഴിവുള്ള ഒരു ക്യാമറാമാനും ഒരു ഡയറക്ടർക്കും സിനിമ ചെയ്യാം. ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഈ തലമുറയുടെ നന്മയും തിന്മയും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അതിൽ ആ തിന്മ ഒരല്പം കുറച്ചാൽ കുറച്ചുകൂടി ആരോഗ്യപരമായിട്ടും കൂടെ ഈ വല്ല സാധനങ്ങളൊക്കെ വലിക്കുകയോ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കിയിട്ട് പോയാൽ വളരെ നല്ല സിനിമകൾ നമുക്കുണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അഭിനയത്തിലേക്കും കടന്നിട്ടുണ്ടായിരുന്നു, അപ്പം അതേപോലെ തന്നെ സംഗീതവും. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഇതിലേക്ക് മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? സംവിധാനത്തിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ സംവിധാനം ചെയ്ത സിനിമയിൽ തന്നെയാണ് അഭിനയിച്ചത്. അങ്ങനെ പറയുമ്പോൾ ഞാനൊക്കെ ഒരു സേഫ് സോണിലായിരുന്നു. കാരണം ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ മോണിറ്ററുണ്ട്. ഈ മോണിറ്ററൊന്നും കാണാതെ ബാലേന്ദ്ര മേനോൻ സാറും ഈ ഭാഗ്യരാജുമൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്ത സമയത്ത് ഞാൻ ആലോചിച്ചത് മേനോൻ സാറിനെ കുറിച്ചാണ്, ഭാഗ്യരാജിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ ലൊക്കേഷൻ പറയുകയും ചെയ്തായിരുന്നു. ഈ മോണിറ്റർ പോലും ഇല്ലാതെ ക്യാമറാമാൻ പറയുന്നൊരു ഓക്കെ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനിക്കുന്നൊരു ഓക്കെ, ഇതൊക്കെയാണ് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്ന ഭാഗ്യരാജും ബാലേന്ദ്ര മേനോൻ സാറും വാസ്തവത്തിൽ നമിക്കണം അവരെയൊക്കെ. കാരണം എനിക്കൊക്കെ അഭിനയിച്ചിട്ട് വന്ന് മോണിറ്റർ നോക്കിയിട്ട് റീവൈൻഡ് ചെയ്ത് നോക്കിയിട്ട് അത് ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടെ എടുക്കാം എന്ന് പറയാൻ കഴിയും. മറ്റേതല്ല, മറ്റേത് അങ്ങ് തീരുമാനിക്കുകയാണ് സ്വയം. അല്ലെങ്കിൽ ക്യാമറാമാൻ പറയുന്നു സാർ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാം വളരെ സേഫ് സോണിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്തും തിരുത്താവുന്ന, മറ്റേ തിരുത്താൻ പറ്റത്തില്ല. മറ്റേ തിരുത്തണമെങ്കിൽ ഫിലിം കൊണ്ടുപോയി വാഷ് ചെയ്ത് അത് നെഗറ്റീവായി പിന്നെ പോസിറ്റീവായി പ്രിൻ്റ് എടുത്ത് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ ആ ലൊക്കേഷനിൽ പോയിട്ട് വരും. ഇതല്ല, നമുക്കെല്ലാം സ്പോട്ടിൽ തന്നെ കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ സ്പോട്ട് എഡിറ്റിങ്ങും ഉണ്ട്, വർഷങ്ങളായിട്ടുണ്ട് സ്പോട്ട് എഡിറ്റിംഗ്. ചിലർ ചെയ്യാറുണ്ട്, ചിലർ ചെയ്യത്തില്ല എന്നുള്ളേ ഉള്ളൂ. അപ്പം എല്ലാം ഈസിയായി. അതാണ് ഞാൻ പറഞ്ഞത്, ആനക്കാര്യം അല്ല, ഒരു ചെറിയ കാര്യം പോലെയായി. പിന്നെ എടുക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്, അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും സിനിമയുടെ വിജയവും പരാജയവും. അത്രേ ഉള്ളൂ. ഈ ഒരു അഭിനയത്തിലേക്ക് വന്നപ്പം എന്താ പറയുക, നമ്മൾ ഇത്രയും നാളും ക്യാമറയ്ക്ക് പിന്നിൽ നിന്നിങ്ങനെ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം മുന്നിലേക്ക് വന്ന് അഭിനയിച്ച് തുടങ്ങിയപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു? എനിക്ക് ചില മാനറിസങ്ങളൊക്കെ ഞാൻ അറിയാതെ വരുമായിരുന്നു. എന്നെ ആ സിനിമയ്ക്കകത്ത് റഹ്മാൻ തിരുത്തിയിട്ടുണ്ട്, റഹ്മാൻ സിത്താര തിരുത്തിയിട്ടുണ്ട്. തിരുത്തെന്ന് പറഞ്ഞാൽ അഭിനയത്തെക്കുറിച്ചല്ല, ചില കൈ ആക്ഷൻ, ചില കാല ആക്ഷൻ, മനസ്സിലായില്ലേ? അതുപോലെ ശിവജി ഗുരുവായൂർ രഹസ്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, സാർ അങ്ങനെ ഒരു സംഭവം. ഞാൻ ഓക്കെ, താങ്ക് യു. അതറിയ അങ്ങനത്തെ ഈഗോ ഒന്നും എനിക്കുള്ള ആളല്ല. കാരണം ഞാൻ നടൻ എന്നുള്ള എനിക്കൊന്നും അല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒരു 3-4 സിനിമയിൽ പ്രധാന റോളിലാണ് അഭിനയിച്ചെങ്കിലും ഒരു എന്താ പറയുക, ഒരു ആവറേജ് ആക്ടർ എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ ഞാൻ. ഈ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ തന്നെ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നതെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് തന്നെയാണോ ചെയ്തത്? അതോ അത് ഈ ഭാര്യൊന്നും മക്കൾ 3-ന്റെ പ്രൊഡ്യൂസർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ആ റോള് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ അതിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് അടുത്ത സ്മോൾ ഫാമിലി വന്നപ്പോൾ നാച്ചുറലി ആ മെയിൻ റോള് തന്നെ ചെയ്തു. പിന്നെ പ്രിയപ്പെട്ടവർ, ഒരു ഇച്ചിരി പൊളിറ്റിക്കൽ ആംഗിളുള്ള സിനിമ. പിന്നെ വന്നത് ഊണ്ട്, ഞങ്ങൾ തന്നെ, ഞാനും 2 ഡോക്ടേഴ്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്തത്. അതൊരു ആർട്ട് പടമായിരുന്നു. അത് കൊമേഴ്ഷ്യലി ഒന്നും വലിയ ഇതായില്ല, പക്ഷെ ഒരു ടിപ്പിക്കൽ സിനിമയായിരുന്നു അത്. ഈ ഒരു പുതിയ രീതിയിലുള്ള സിനിമ പ്രദർശനമൊക്കെ OTT പ്ലാറ്റ്ഫോമൊക്കെ പോലെയുള്ള അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇഷ്ടമാണ്, നല്ലതായി. അതായത് നമുക്ക് തിയേറ്റർ കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് സിനിമ കാണിക്കാനൊരു പ്ലാറ്റ്ഫോമായി, ശക്തമായൊരു പ്ലാറ്റ്ഫോമായി. അവിടെ നമ്മൾ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ അനുമോദിക്കണം. കാരണം പുള്ളിയുടെ ഏറ്റവും വലിയൊരു സിനിമയായിരുന്നു ദൃശ്യം 2. അപ്പോൾ പുള്ളി അത് OTTയിൽ കാണിക്കാൻ തയ്യാറായതാണ് ഈ OTT പ്ലാറ്റ്ഫോം ഇത്രയും സക്സസ് ആയതും പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി ഇപ്പം ഈ 2 പ്ലാറ്റ്ഫോം സിനിമയ്ക്ക് കിട്ടി, ഒന്ന് തിയേറ്ററും ഒന്ന് OTT. നല്ലത് തന്നെയാണ്. ഈ ഒരു OTTയിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഫിലിമിൻ്റെ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാനോ? അത് ഈ പ്രിയപ്പെട്ടവർക്ക് OTTയിലുണ്ട്, ഊണ്ടും OTTയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പറ്റും? ലൈം ലൈറ്റ് എന്ന് പറയുന്ന OTTയിലാണ് അത് കിടക്കുന്നത്. അത് പിന്നെ അത്രയും വലിയൊരു സിനിമ അല്ലാത്തതുകൊണ്ട്, പക്ഷേ ആളുകൾ വീണ്ടും വീണ്ടും അത് കാണുമ്പം അതൊരു ഏണിംഗ് ആണ്. പക്ഷേ ഈ പ്രിയപ്പെട്ടവർക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഈ ലീക്ക് ഔട്ടായിട്ടേ അത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നല്ല ഭയങ്കരമായിട്ട് അങ്ങനെ കയറിപ്പോയി. ഈ OTT പ്ലാറ്റ്ഫോമിലല്ലാതെ വെളിയിൽ
നന്നായിട്ട് വൈറലായി. അതിൻ്റെ ഡയലോഗ്സും വിഷ്വൽസും ഒക്കെ നല്ല വൈറലായി. എന്തായാലും OTT ഒരു സാധാരണക്കാരൻ്റെ സിനിമയ്ക്ക് ഒരു അനുഗ്രഹം കിട്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. അഭിനയത്തിൽ നിന്ന് മാറി, സംവിധാനത്തിൽ നിന്ന് മാറി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി. രാഷ്ട്രീയം അതെങ്ങനെ കാണുന്നു? പൊളിറ്റിക്സിൽ ഞാൻ പ്രധാനമന്ത്രിയോടുള്ള ആരാധന മൂത്ത് ആ ആശയത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ആണ് വന്നത്. പിന്നെ വന്നപ്പോൾ പിന്നെ എൻ്റെ ഒരു പോപ്പുലാരിറ്റി വെച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി, ഞാൻ മത്സരിച്ചു. അങ്ങനെ ഒരു മുഴുനീള രാഷ്ട്രീയക്കാരനല്ലെങ്കിൽ പോലും ആ പ്രത്യയശാസ്ത്രത്തോടൊരു വിശ്വാസമുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റം. മാറ്റം മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ കുറേ ഈ എന്താ പറയുക, ചില കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. ചില പ്രോജക്റ്റുകൾ പ്ലാൻ ചെയ്ത് നടക്കാതെയൊക്കെ പോയിട്ടുണ്ട്. ചില നല്ല അവസരങ്ങളൊക്കെ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രശ്നമുള്ളത് എനിക്കറിയില്ല. അതിനി ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെ ആവണമെന്നുമില്ല. കാരണം രാഷ്ട്രീയക്കാരായിട്ടുള്ള പലരും പല പ്രസ്ഥാനത്തിലും ഉണ്ടല്ലോ, സിനിമയിലും സാഹിത്യത്തിലും ഒക്കെ ഉണ്ട്. എന്ത് പൊളിറ്റിക്സ് ബാധിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നിയത് കലാകാരൻ കലാകാരൻ എനിക്ക് തോന്നുന്നു സിനിമാക്കാരനായാലും അല്ലാത്തവനായാലും പൊളിറ്റിക്സിൽ ഒരു പ്രവർത്തകൻ്റെ റോളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അനുഭാവിയാവാം. അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്യാം, മനസ്സുകൊണ്ട് അവരോട് നിൽക്കാം, ചേർന്ന് നിൽക്കാം. ഒരു പ്രവർത്തകനായി പോകുമ്പോൾ കോർണർ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമ്മളെ ഒന്ന് മാറ്റി നിർത്താനൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ഗോൾഡൻ ചാൻസസ് ഒക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഈ ഒരു കോവിഡ് കാലം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു രാജസേനയെ സംബന്ധിച്ചിടത്ത് എങ്ങനെയായിരുന്നു? ഞാനും പ്രതിസന്ധിയിൽ തന്നെയാണ് ഇരുന്നത്. പെട്ടെന്നൊന്ന് ബ്ലോക്കായതുപോലെ മൊത്തത്തിലങ്ങ് ബ്ലോക്കായി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, സതീഷ് എന്നുണ്ട്, പുള്ളി എഞ്ചിനീയറാണ്. പുള്ളി പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, മരവിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, കയ്യിലൊരു വിദ്യ ഇരിപ്പുണ്ടല്ലോ, ഡയറക്ഷനും ആക്ടിങ്ങും ഒക്കെ, ഒരു ഓൺലൈൻ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ 2 മാസമേ ഞാൻ വെറുതെ ഇരുന്നുള്ളൂ. ഞാനൊരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ബാച്ചിൽ തന്നെ 56 പേരുണ്ടായിരുന്നു. വലിയ ഫീസൊന്നുമില്ല, ചെറിയ ഫീസാണെങ്കിൽ പോലും ആ സമയത്തുള്ള ഞങ്ങളുടെ ഓക്സിജനായിരുന്നു ഇത്. 2 വർഷം ക്ലാസ് നടത്തി, 4 ബാച്ച്. ഇപ്പം ഞാനത് മതിയാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ക്ലാസ്. ഒരു 12ഓളം പേരുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഒരു പ്രോജക്റ്റൊക്കെ ഇങ്ങനെ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങ് നിർത്തി. ഏത് കാറ്റഗറിയിലുള്ളവരാണ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു, ഡയറക്ഷൻ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു, തിരക്കഥ എഴുതാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു. അത് ഗൾഫിൽ നിന്നായിരുന്നു കൂടുതൽ സ്റ്റുഡൻസ്. ഏജൊക്കെ ഒരുപാട് വ്യത്യാസം. ഇപ്പോൾ എറണാകുളത്തു നിന്നൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, എന്നെക്കാൾ 10 വയസ്സ് മൂപ്പുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ സാറെന്ന് വിളിക്കും, അദ്ദേഹം എന്നെയും സാറെന്ന് വിളിക്കും. അങ്ങനെ ഇത് 4 മാസത്തെ വർക്ക്ഷോപ്പായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ എല്ലാ ക്ലാസ്സും തീരുന്നത് 9ഉം 10ഉം മാസമായിട്ടാണ്. അവരാരും പോകത്തില്ല. അവർക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകണമെന്ന് താല്പര്യമായിരുന്നു. രസമായിരുന്നു എന്തായാലും. അതിനും ഉപരി ഒരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു വസ്ത്രത്തിൻ്റെ, അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അത് ഞാനും വൈഫും കൂടെ ഇങ്ങനെ സിനിമ തുടങ്ങാൻ ലേറ്റായപ്പോൾ നമുക്കൊരു വരുമാന മാർഗവും കൂടെ വേണമല്ലോ. പിന്നെ വെറുതെ ഇരുന്നാലും നമ്മൾ മരവിച്ചു, മനസ്സ് മരവിച്ചു, നമ്മുടെ ചിന്തയും മരവിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളൊരു ആദ്യം മാഡ്രിഗൽ ബൊട്ടിക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അതിൻ്റെ കൂടെ ഷർട്ടിൻ്റെ ഒരു കമ്പനിയും തുടങ്ങി. മാഡ്രിഗൽ ഷർട്ടെന്ന് പറഞ്ഞത് അത്യാവശ്യം പേരുള്ളൊരു ഷർട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥലം മാറി മെയിൻ റോഡിലേക്ക് വന്നു. അപ്പോൾ നമ്മളിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ തുണിക്കട എന്ന് പേരിട്ടു. ഈ സിനിമാക്കാരൻ്റെ ഒരു പേര് കിടക്കുന്നുണ്ട്, ഒരു സാധാരണക്കാരൻ്റെ പേരിട്ടാൽ കുറച്ചുകൂടെ നന്നാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ തുണിക്കട. അങ്ങനെയാണ് ഇതിപ്പോൾ ഒരു 9 മാസമേ ഉള്ളൂ ഈ തുണിക്കട തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്ന, പാട്ടുമേളയൊക്കെ നടക്കുന്ന ഒരു ഹാളിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഷർട്ട്, മാഡ്രിഗൽ ഷർട്ട്, പിന്നെ ലേഡീസിൻ്റെ കംപ്ലീറ്റ് ഇതുണ്ട്. ഇപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ഭയങ്കര തുടർക്കഥയാവുകയാണ്. ഓരോ വിഷയങ്ങളും ഓരോ ദിവസവും മാറി മാറി വരികയാണ്. ദിലീപിൻ്റെ വിഷയം തന്നെയാണ് ഏറ്റവും ആദ്യം പുകഞ്ഞു വരുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താ? ഞാൻ ഈ ദിലീപിൻ്റെ ഇഷ്യൂ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ലൈവിലൊക്കെ വന്നതാണ്. പിന്നെ ആ പ്ലാറ്റ്ഫോം തന്നെ കുറച്ച് തെറ്റായിട്ട് പലരും ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഞാനതങ്ങ് മതിയാക്കി. ഞങ്ങൾ 3 സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ, ഡാർലിംഗ്, റോമിയോ. എനിക്ക് തോന്നിയിട്ടുള്ള ദിലീപ് എന്ന് പറഞ്ഞ നടൻ സിനിമ നന്നായി പഠിച്ച ഒരാളാണ്. ശരിക്കും
മലയാള സിനിമയുടെ പല നിയന്ത്രണങ്ങളും ദിലീപിൻ്റെ കയ്യിൽ എത്തിയതാണ്. ഒരു സാമ്രാജ്യം പണിത് വന്ന ആൾ തന്നെയാണ് ദിലീപ്. അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കയ്യബദ്ധം പറ്റുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ അത്രയും ദിവസം പുള്ളിയെ ലോക്കപ്പിൽ ജയിലിൽ കിടത്തി ആ കേസ് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ട്. പബ്ലിക്കിനെല്ലാം ഉള്ളതുപോലെ നമുക്ക്, കാരണം ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്കും വേറെ രഹസ്യങ്ങൾ ചോർത്തി തരാനൊന്നും ആരുമില്ല. നമ്മൾ പത്രത്തിലും ടി വിയിലും വരുന്നത് തന്നെയാണ് ഈ കേൾക്കുന്നതും വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു കലാകാരനായ ദിലീപിന് പറ്റുമോ എന്നുള്ളത് സംശയമാണ്. ഞാൻ ദിലീപിൻ്റെ ആ കാര്യത്തെക്കുറിച്ചല്ല അന്ന് ലൈവിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഈ ദിലീപ് സിനിമയിൽ ഒരുപാട് ഇടപെടുന്നു എന്നുള്ളൊരു പ്രശ്നങ്ങൾ എനിക്ക് എന്തോ അത്രയും താല്പര്യമുള്ളൊരു കാര്യമല്ല. ഒരു നടൻ ഇടപെടാവുന്നൊരു ലിമിറ്റുണ്ട്, ആ ലിമിറ്റ് വരെ ഇടപെടുന്നതിൽ താല്പര്യമാണ്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റോറി സെൻസുള്ള ആളാണ്. സ്റ്റോറി സെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ദിലീപ് പറഞ്ഞാലും ഞാൻ കേട്ടിട്ടുണ്ട്. അത് വേറൊരു ഡയറക്ടറോട് ദിലീപ് പറയുന്നതിനകത്തും തെറ്റില്ല. പക്ഷേ ഈ അല്ലാതെ കുറേ കാസ്റ്റിങ് അത് ഇത് രാശി നോക്കുക എന്നൊക്കെ പറയുന്നതിനകത്ത് കുറച്ചൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു സാമ്രാജ്യം പണിത് വന്ന ഒരു കലാകാരന് ജീവിതത്തിൽ വലിയൊരു വീഴ്ചയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് ദിലീപ് രക്ഷപ്പെടുകയോ ഇല്ലയോ, കുറ്റവിമുക്തനാവുമോ കുറ്റക്കാരനാവുമോ ഇല്ലെന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്, നിയമത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഈ പറയുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ളത്. കാരണം കുറ്റം ചെയ്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദിലീപിൻ്റെത് നമുക്കറിയില്ല എന്താ സംഭവിക്കാന്നുള്ളത്. അതേപോലെ തന്നെ അടുത്തിടെ വന്നൊരു വിജയ് ബാബുവിൻ്റെ ഒരു വിഷയം, നമ്മൾ ഈ ഒരു സംവിധാന രംഗത്തൊക്കെ നിറഞ്ഞു നിന്ന ഒരാളായതുകൊണ്ട് ഈ ഒരു കാര്യത്തിലൊക്കെ സത്യാവസ്ഥ ഉണ്ടാവുമോ? എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സ്ത്രീയും പുരുഷനും ഒരുപാട് അടുത്ത് ഇടപഴകുന്ന ഏത് രംഗത്തും അത്തരം ഹൃദയബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുമുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഹൃദയബന്ധം, സ്നേഹബന്ധം ചിലപ്പോൾ അത് ശാരീരിക ബന്ധത്തിലേക്ക് കടന്നു പോയാൽ അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു അവസരത്തിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് അല്ലെങ്കിൽ കിട്ടിയ ലാഭങ്ങൾ പോരാന്ന് തോന്നിയിട്ട് മാറി നിന്നുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അയാൾ അവളെ പറയുന്നു എന്നൊക്കെ ഒരു അവസ്ഥ അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഒരു സ്ത്രീ അവസരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു സംവിധായകനോ നിർമ്മാതാവിനോ ഒരു നടനോ ആ സ്ത്രീയെ അയാളുടെ സ്വകാര്യമായ താല്പര്യത്തിലേക്ക് വേണമെന്ന് പറയാനുള്ള ഒരവകാശമില്ല. അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്, അത് ആവർത്തിക്കാനും പാടില്ല. അല്ലാതെ പരസ്പരം ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി കുറേ നാൾ മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ മാറി നിന്നുകൊണ്ട് അയാൾ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എൻ്റെ ഭാവി കളഞ്ഞു, എൻ്റെ ജീവിതം കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് അത്ര അർത്ഥമുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പം അതുകൊണ്ട് ഈ പരാതിപ്പെടുന്ന ആളുടെ കയ്യിലും പ്രശ്നമുണ്ട്, ആർക്കെതിരെയാണോ പരാതി അവിടെയും പ്രശ്നമുണ്ട്. രണ്ട് സൈഡും കൂടെ പ്രശ്നമില്ലാതെ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവത്തില്ലല്ലോ. അപ്പം ഇത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതെ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ഇവർ കേസ് നടക്കുമ്പോൾ തന്നെ ഒളിവിൽ പോകുക, മറ്റു കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ കൂടുതൽ ആളുകൾ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു, പ്രത്യേകിച്ച് സിനിമാ മേഖലയെ നമ്മൾ വേറൊരു ഡയമെൻഷനിൽ ചിന്തിച്ചു പോവുകയാണ്. അതൊക്കെ ആയിരിക്കും തോന്നുന്നു. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാ രംഗത്തും ഇതൊക്കെ ഉണ്ടെങ്കിലും സിനിമാക്കാരെ കുറിച്ച് ഇത് പറയാനും കേൾക്കാനും ഒരല്പം പരിഹസിക്കാനും ചിരിക്കാനും ഒക്കെ ഒരുവിധം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിനിമാക്കാർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഇത് പറഞ്ഞ് ചിരിപ്പിക്കരുത്. കാരണം ഈ പ്രസ്ഥാനം ലോകാവസാനം വരെ പോകേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് ചെറുപ്പക്കാരുടെ സങ്കല്പവും സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് മര്യാദയും അന്തസ്സും മാന്യതയൊക്കെ ഉണ്ടാവണം.
അത് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കും പറയാനുള്ളത്. ഒരു മറ്റൊരു പ്രധാന വിഷയം ഞാൻ ചോദിക്കുകയാണ്. ഞാൻ എപ്പോഴും കാണുമ്പോൾ ചോദിക്കണം എന്ന് വിചാരിക്കുന്നവര് എപ്പോഴും യങ്ങായിട്ടിരിക്കുന്നു, പിന്നെ മുടി എന്താ ഡൈ ചെയ്യാത്തത്? ഞാൻ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഇത് ഡൈ അടിക്കാതിരുന്നത്. അതിൻ്റെ ഡയറക്ടറുടെ പേര് ഖാദർ ഹസൻ എന്നാണ്. പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, സാറിൻ്റെ മുടി കറുപ്പാണോ വെളുപ്പാണോ ഒറിജിനലി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതെന്താ അങ്ങനെ ചോദിച്ചു. അല്ല എപ്പോൾ കണ്ടാലും കറുപ്പായിട്ടാണ് ഇരിക്കുന്നത്, വെളുക്കൂലേ എന്ന് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കും അറിയില്ല, 10-15 ദിവസത്തിലൊരിക്കൽ ബ്ലാക്ക് അടിക്കുന്ന ഒരാളാണ് ഞാൻ, അപ്പം ഇതിൻ്റെ ഒറിജിനൽ അവസ്ഥ എനിക്കറിയില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, സാർ ഈ റോള് കുറച്ചുകൂടെ ഏജ് തോന്നിക്കേണ്ട റോളാണ്, സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു 1.5 മാസം ഡൈ അടിക്കാതിരിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു സംവിധായകൻ്റെ ആഗ്രഹമാണത്, കഥാപാത്രത്തിന് വേണ്ടിയാണല്ലോ. അപ്പം ഞാൻ ലീഡ് റോളാണ്, ഹീറോ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും വലിയൊരു അപകടം ഉണ്ടാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അല്ല, പക്ഷെ ഇപ്പോഴാണ് നല്ലൊരു ക്യൂട്ടായിട്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പം കണ്ട് ശീലമായതുകൊണ്ടാണ്. ആദ്യത്തെ ഒരു 5-6 മാസം നല്ല പ്രശ്നമായിരുന്നു, നല്ല പ്രശ്നമായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും മകളാണെങ്കിലും അമ്മ, മരുമകൻ, ഫ്രണ്ട്സ് എല്ലാവരും, ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും. ഭാര്യയ്ക്ക് ഇച്ചിരി വെളുത്തിരുന്നാലും കുഴപ്പമില്ലാന്ന് തോന്നിയ പോലെ ബാക്കി സകല പേരും. മോള് എൻ്റെ അടുത്ത് ഉറക്കത്തിൽ കൊണ്ടുവന്ന് ബ്ലാക്ക് തേച്ചിട്ട് പോകുന്നവരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം കണ്ട് വന്നപ്പോൾ ഇപ്പം അക്ഷയ പറഞ്ഞതുപോലെ ഒരു അത് ഇപ്പം കണ്ട് ശീലമായതുകൊണ്ടായിരിക്കും അവർ. പക്ഷേ ഇനി മറ്റൊരു കാര്യം ഞാൻ ആദ്യമേ ചോദിക്കണം എന്ന് വിചാരിച്ചത്, നസീർ സാറിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളത് പറയാൻ വിട്ടൊരു കാര്യമാണ്. അതൊരു ഗോൾഡൻ ഡേയ്സ്. അത് നസീർ സാറിൻ്റെ കൂടെ ഞാൻ ഇതേ ചോദ്യം ശ്രീവിദ്യാമ്മയോട്, ചേച്ചിയോട് ഞങ്ങൾ 3-4 സിനിമയിലുണ്ടല്ലോ എൻ്റെ. അപ്പോൾ ഈ പഴയ ആർട്ടിസ്റ്റ് വരുമ്പോഴേക്കും ഞാൻ നസീർ സാറിൻ്റെ വിശേഷങ്ങൾ ചോദിക്കും. അപ്പോൾ ദില്ലിവാല ഊട്ടിയിൽ നടക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരും മാറിയിരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചേച്ചിയോട്, ചേച്ചി നസീർ സാറുമായിട്ടൊക്കെ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞു തീർന്നതും ചേച്ചിയുടെ ഫേസ് അങ്ങ് വികസിച്ച് അവിടെ ഒരു പ്രഭാതം വിടർന്ന പോലെ. ചേച്ചി പറഞ്ഞു സോ സ്വീറ്റ് ഇതാണ് പറഞ്ഞത് ചേച്ചി. പിന്നെ അങ്ങോട്ട് പറഞ്ഞു സാറിൻ്റെ ഓരോ കാര്യങ്ങൾ. വൈകുന്നേരം സാറിന് വീട്ടിൽ നിന്ന് സ്നാക്സ് കൊണ്ടുവരുമ്പോൾ സാറിന് 2 എണ്ണം മതി, അല്ലെങ്കിൽ 1 എണ്ണം മതി. പക്ഷേ വരണത് 10-50 എണ്ണം ഒരുമിച്ച് വരും. അത് അവിടെ ഇരുന്നുകൊണ്ട് എടുത്ത് എല്ലാവർക്കും കൊടുക്കും. പിന്നെ അച്ചടക്കം, സാറിൻ്റെ ഒരു അച്ചടക്കം എങ്ങനെയാണ്, സാർ ഇരിക്കുന്നിടത്തും അച്ചടക്കം തന്നെ ഉണ്ടാവും. പിന്നെ നിർമ്മാതാക്കളോടുള്ള സ്നേഹം. ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ആ നിർമ്മാതാവിനെ തന്നെ ഉടനെ വിളിച്ച് അടുത്ത സിനിമ പ്ലാൻ ചെയ്തോളാൻ പറയും. പിന്നെ നമ്മളെപ്പോലെ, ഇപ്പം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ്. മരിപ്പച്ച എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന് വേണ്ടി തിരക്കഥ എഴുതിയ ആളാണ്. ആ എന്നെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതമാണ്. സീനെടുത്ത് വായിച്ച് ആ സീൻ അങ്ങോട്ട് വായിച്ച് കഴിയുമ്പോഴേക്കും എന്നോട് ചോദിക്കും, നന്നായി വായിക്കുമായിരുന്നല്ലേ, വായിക്കും എന്നുള്ളത് അതിൽ എഴുത്തിൽ കാണാനുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. അല്ലാതെ ഈ വലിയ താരമാണ്, ഏറ്റവും വലിയ താരമാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരം ആരാന്ന് വെച്ചാൽ ഫസ്റ്റ് നസീർ സാറിൻ്റെ പേര് പറഞ്ഞിട്ട് ഏത് പേരും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരാൾ ഈ ഞാനൊക്കെ ചെന്ന്, ഞാൻ 3-ാമത്തെ 4-ാമത്തെ സിനിമയിലാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത് അദ്ദേഹത്തിന് വേണ്ടി, മരിപ്പച്ച. അപ്പോൾ തന്നെ ഞാനൊരു 5 സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരാളിനെ പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ആ ഒരു എളിമ അത് കണ്ടു പഠിക്കേണ്ടതാണ്. അതൊരു മലയാള സിനിമയുടെ സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ സെറ്റിലൊക്കെ ഇപ്പോൾ ഇത്രയും സിനിമകളൊക്കെ ചെയ്തപ്പം സെറ്റിലൊക്കെ ഏറ്റവും അച്ചടക്കം കീപ്പ് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെ ആരൊക്കെയാണ്? സുരേഷ് ഗോപി, ജയറാം? അല്ല, സുരേഷ് ഗോപി, ജയറാമൊക്കെ സെറ്റിൽ മാതൃകാപരമായിട്ടുള്ള പെരുമാറ്റമാണ്, ഒരു സംശയമില്ല. സുരേഷ് ഗോപിയും അങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപി കുറച്ച് സെൻസിറ്റീവാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പുള്ളിയെ ഒന്ന് വഴക്ക് പറയേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി നേരം പണങ്ങിയൊക്കെ ഇരിക്കും, ഊണ് കഴിക്കാതിരിക്കും. ഒരു ദിവസം രാവിലത്തെ ഷൂട്ടിങ്ങിന് രാവിലെ മോർണിംഗ് ലൈറ്റിന് എടുക്കേണ്ടത് പുള്ളി എത്തിയപ്പോൾ ലേറ്റായി. ശരിക്കും പുള്ളിയോട് പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇച്ചിരി വഴക്ക് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുമ്പോൾ 5 മണിക്ക് പുള്ളി ലൊക്കേഷനിലുണ്ട്. ഞാൻ ഇതെന്തോ അല്ല, ഇന്നലെ ഞാൻ മനസ്സാവാതെ അറിയാത്ത കാര്യത്തിന് എന്നെ പറഞ്ഞില്ലേ, ഞാനതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്നിരിക്കട്ടെ. അങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പിണങ്ങുന്ന ഒരു പൊതുവിലൊരു നിഷ്കളങ്കനാണല്ലോ ജയറാം. ജയറാമിന് ഈ ഡയലോഗ് പറയുന്ന സൗണ്ട് അല്ലാതെ വേറെ ഒന്നും വിളി കേൾക്കത്തില്ല. ഞാൻ ജയറാമിന് ദേഷ്യം ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ലൊക്കേഷനിൽ ഒരു ആർട്ടിസ്റ്റിനോടോ ഒരു ടെക്നീഷ്യനോടോ, കൂടെ മേക്കപ്പ് മാനുണ്ട്, കോസ്റ്റ്യൂമറുണ്ട്, അവരൊക്കെ ഉണ്ട്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ജയറാം ഷൗട്ട് ചെയ്യുന്നത്, ഇന്നുവരെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ജയറാമിന് അങ്ങനെ ദേഷ്യമുള്ള ഒരാളാണെന്ന് പോലും സംശയമാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ല.
അപ്പം എനിക്ക് ഒരു നിർബന്ധം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന കലാകാരന്മാർ, ആർട്ടിസ്റ്റുകൾ, അത് മെയിലായാലും ഫീമെയിലായാലും, ഈ പറഞ്ഞ ഒരു അച്ചടക്കം, ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ്. ലൊക്കേഷനിലൊക്കെ ഒരു ആന അടഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും. ഞാൻ പിന്നെ വേറൊരാളായി പോകും. അത്യാവശ്യം മുൻകോപമുള്ള ഒരാളാണ് ഞാനും കേട്ടിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് കുറച്ചൊരു പ്രശ്നമുള്ളത്. പക്ഷേ അത് ഈ മുൻകോപികളെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ എല്ലാവരും പറയുന്നത്, ഞാൻ പറയാൻ പാടില്ലല്ലോ. മുൻകോപമുണ്ട്. അതിൻ്റെ ഈ നക്ഷത്രത്തിൻ്റെ രാശിയുടെ ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇഷ്ടപ്പെടാത്തത് കണ്ടു കഴിഞ്ഞാൽ അങ്ങ് പൊട്ടിത്തെറിക്കും, വിളിച്ചങ്ങ് പറയും. പക്ഷേ അതോടെ തീരും. മനസ്സിൽ വയ്ക്കലോ പകരം വീട്ടലോ പ്രതികാരം ചെയ്യലോ ഒന്നും ജന്മത്തറിയില്ല. അങ്ങനെ ഒരു പ്രോസസ്സേ എനിക്കറിയില്ല. വർത്തമാനത്തിൽ പോലും അങ്ങനെ ഒരാളെ പരിഹസിച്ച് സംസാരിക്കില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നമുക്കായിട്ടൊരു പാട്ട്. വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല, കണ്ണൻ്റെ മാറിങ്കൽ ഞാൻ ചാർത്തിയ മലർമാല, വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല, ഏതിനാണു ഭംഗി എൻ്റെ പ്രിയ തോഴി എന്നു രാധ കൊഞ്ചിച്ചോദിച്ചു സഖിയോടായി, രാധ കൊഞ്ചിച്ചോദിച്ചു സഖിയോടായി, വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നും ഓർത്തിരിക്കുന്ന ഒരു വോയിസ് കൂടിയാണ് സാർ. താങ്ക് യു. ഒരു നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് സംസാരിക്കുന്ന വിശേഷങ്ങളൊന്നും കേട്ടാലും അത് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് ഞാനിപ്പോൾ കേട്ടിരിക്കുന്നത്. ഇനി ഒരു പുതിയൊരു രീതിയിലേക്കുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകളും എല്ലാം ചിന്തിക്കുന്നുണ്ട്. പുതിയ പ്രോജക്റ്റ് ഉടനെ ഉണ്ട്. ഞാൻ അതിൻ്റെ വർക്കിൽ തന്നെയാണ്. എന്തായാലും ഒരു ടിപ്പിക്കൽ രാജസേനൻ സിനിമ ആയിരിക്കത്തില്ല, മറ്റൊരു സിനിമ തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ പുതിയ തലമുറയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും. ഞാൻ അഭിനയിക്കുന്നുണ്ട് അതിനകത്ത്. അല്ലാതെയും ഞാൻ 1-2 പ്രോജക്റ്റിൽ ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് വിട്ടിട്ട് ആക്ടിങ്, വേറെ 1-2 പ്രോജക്റ്റ് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു റോള് ചെയ്യാൻ എനിക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഒന്നുമില്ല. ഏത് റോളും ചെയ്യാൻ മനസ്സുകൊണ്ട് ഇഷ്ടമാണ്. അല്ലാതെ പോസിറ്റീവായിട്ടുള്ള റോളേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിനകത്തും ചില അല്പം നെഗറ്റീവ് സംഭവം ചെയ്യുന്നുണ്ട്. കോസ്റ്റ്യൂം, അതായത് ഫിഗർ പോലും ചെറുതായിട്ട് മാറ്റിയിട്ടുള്ള അതൊരു ചെറിയ സസ്പെൻസാണ്. പിന്നെ പറയാം, ഉടനെ പറയാം. അതെ. അപ്പോൾ ഒരുപാട് നന്ദി. കാരണം ഞാൻ വിളിച്ചപ്പോൾ തന്നെ സാറ് ഓക്കെ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങളൊക്കെ പങ്കുചേർന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. സാധാരണ സാറിനൊക്കെ തിരക്കാണ്, അതൊക്കെ അറിയാം. എന്നാലും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സർ. വല്ല പാച്ചനെന്നോ ഗോപാലനോ ഒക്കെയാണോ പേര് ഒറിജിനലി? എന്നിട്ട് സ്വയം സിനിമയ്ക്ക് വേണ്ടി രാജസേനൻ ഇട്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കോമ്പിനേഷനായിരുന്നു രാജസേനൻ ജയറാം എന്നുള്ളൊരു കൂട്ടുകെട്ട് മലയാളത്തിന് സമ്മാനിച്ചത്. പിന്നീട് എന്ത് സംഭവിച്ചു ഈ കൂട്ടുകെട്ട്? ചിലർ അതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. ചില വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടായിരുന്നു ഞങ്ങളെ ഒന്ന് മാറ്റി നിർത്താൻ. പല നിയന്ത്രണങ്ങളും ദിലീപിൻ്റെ കയ്യിൽ എത്തിയതാണ്. ഒരു സാമ്രാജ്യം പണിത് വന്ന ആൾ തന്നെയാണ് ദിലീപ്. അത്രയും ബുദ്ധിയുള്ള ഒരാൾക്ക് ഇങ്ങനൊരു കയ്യബദ്ധം പറ്റുമോ എന്ന് സംശയമുണ്ട്. പക്ഷേ കുറ്റം ചെയ്തവരും രക്ഷപ്പെട്ടിട്ടുണ്ട്, കുറ്റം ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഒരു സ്ത്രീ അവസരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു സംവിധായകനോ നിർമ്മാതാവിനോ ഒരു നടനോ ആ സ്ത്രീയെ അയാളുടെ സ്വകാര്യമായ താല്പര്യത്തിലേക്ക് വേണമെന്ന് പറയാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ പറയുന്നത് തെറ്റ് തന്നെയാണ്. അത് ആവർത്തിക്കാനും പാടില്ല. അല്ലാതെ പരസ്പരം ഇഷ്ടത്തോടു കൂടി
സ്നേഹത്തോടു കൂടി കുറേ നാൾ മുന്നോട്ട് പോയിട്ട് പിന്നെ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ മാറി നിന്നുകൊണ്ട് അയാൾ എന്നെ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എൻ്റെ ഭാവി കളഞ്ഞു, എൻ്റെ ജീവിതം കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് അത്ര അർത്ഥമുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്.